ഇന്ന് ജാനുവരി 19, 2025. ഇന്നത്തെ ദിവസത്തിൻ്റെ പ്രത്യേകത എന്ന് പറഞ്ഞാൽ നമ്മുടെ റെഡ് വിസ്കേർഡ് ബുൾബുളിൻ്റെ കുട്ടികൾ ആദ്യമായിട്ട് പറക്കുന്ന ദിവസമാണ്. ഇപ്പോൾ നിങ്ങൾ കാണുന്നത് അവരുടെ അച്ഛനും അമ്മയും കുട്ടീനെ എങ്ങനെ പറക്കണമെന്ന് പഠിപ്പിക്കുന്ന കുറേ വിഷ്വൽസാണ്. അമ്മ വന്നിട്ട് ഫീഡ് ചെയ്യുന്നുണ്ട്, കൂടാതെ അച്ഛൻ പറന്ന് വന്നിട്ട് കുട്ടീനെ തള്ളി വിടുന്നുണ്ട് താഴോട്ട്. ഇങ്ങനെയൊക്കെ ഉള്ള കുറച്ച് വിഷ്വൽസാണിത്. ഇത് ഒരു 28 ദിവസത്തെ കഷ്ടപ്പാട് അല്ലെ കഠിനാധ്വാനം എന്നൊക്കെ പറയാം. നമ്മുടെ അല്ല, അവരുടെ. പിന്നെ അവർക്കൊരു ബുദ്ധിമുട്ടില്ലാതെ ഒരു അറ്റ്മോസ്ഫിയർ ക്രിയേറ്റ് ചെയ്ത് കൊടുത്തിട്ടുണ്ട്. നമ്മുടെ വീട്ടിൽ വന്ന് ഒരു കൂട് വെച്ചിട്ട് മുട്ടട്ട് വിരിയ, അത്രയും ഒരു ടൈം നമ്മൾ ആ ഒരു കെയറിങ് അവർക്ക് കൊടുത്തിട്ടുണ്ട്, അവർക്ക് ബുദ്ധിമുട്ടില്ലാതെ. അതുകൊണ്ട് കൂടുതൽ വിഷ്വൽസോ വീഡിയോസോ ഒന്നും ഹാച്ചിങ് ടൈമിലുള്ളതും ഇൻക്യുബേറ്റിംഗ് ടൈമിലുള്ള വീഡിയോസൊന്നും ഇതിലില്ല. ഡിസംബർ 22 ഇവർ ആദ്യമായിട്ട് കൂട് വീട്ടിലുണ്ടാക്കുന്നത്. കൂടിന് ബേസായിട്ട് ഈ ഉണങ്ങിയ ഇലകൾ, പിന്നെ അതിൻ്റെ മുകൾ ഭാഗത്തേക്ക് ചകിരിനാര്, ഇതൊക്കെ ഉപയോഗിച്ചിട്ടാണ് കൂട് നിർമ്മിക്കുന്നത്. പിന്നെ കൂട് ജനലിൻ്റെ കമ്പിക്ക് ചുറ്റും ചകിരിനാര്, തൂവല് ഇത് ഉപയോഗിച്ചിട്ട് കെട്ടി വെച്ചിട്ടുണ്ട്. അത് കൂടിൻ്റെ സുരക്ഷ ഉറപ്പുവരുത്താൻ വേണ്ടിയിട്ടായിരിക്കും. കൂട് വെക്കാൻ വേണ്ടി ഏകദേശം ഒരു 3 ദിവസം സമയം എടുത്തിട്ടുണ്ടാവും. അതായത് 2022 ഒരു ഡിസംബർ 25-ന് 26-ന് മുട്ടട്ടിട്ടുണ്ടാവാം. പിന്നെ ഞങ്ങൾ കുട്ടികളെ കരച്ചിൽ കേൾക്കുന്നത് 9th ജാനുവരിയാണ്, അതായത് ഒരു വ്യാഴാഴ്ച. ഏകദേശം 14 ദിവസത്തെ ഇൻക്യുബേറ്റിംഗ് ടൈം എടുത്തിട്ടുണ്ടാവും. പിന്നെ ഞങ്ങൾ അവരെ ഭക്ഷണം ഫീഡ് ചെയ്യുന്നതൊക്കെ കാണും. പുൽച്ചാടി, ചിത്രശലഭം, ഫ്രൂട്ട്സ്, ചെറിയ ചെറിയ കായ്കൾ. ഇതാണ് അച്ഛനും അമ്മയും മാറി മാറി ഫീഡ് ചെയ്തുകൊണ്ട് നിൽക്കും. അങ്ങനെ ഏകദേശം ഒരു 10 ദിവസത്തോളം അച്ഛനും അമ്മയും കൂട്ടിൽ വന്ന് ഫീഡ് ചെയ്യുന്ന, അമ്മ എല്ലാ ദിവസവും രാത്രി കൂട്ടിൽ കിടക്കുന്നു. ഇങ്ങനെയാണ് പ്രോസസ്സ്. അങ്ങനെ അവസാനം ഇന്നത്തെ ദിവസം പുറത്തേക്ക് ഇറങ്ങി കുട്ടികൾ. നല്ലൊരു സന്തോഷം കിട്ടുന്ന കാഴ്ചകളാണ് എന്തായാലും ഒരു പ്രത്യേക. ഒന്ന്, അവർ നമ്മെ വിശ്വസിക്കുക, ആ ഒരു സ്വാതന്ത്ര്യത്തോടു കൂടി നമ്മുടെ മുന്നിലൂടെ അവർ കുട്ടികളെ കളിപ്പിക്കുക, അങ്ങനെയൊക്കെയുള്ളൊരു കാഴ്ച. പിന്നെ അധികം വീഡിയോ ഒന്നും എടുക്കാൻ നിന്നിട്ടില്ല, അത് അവരൊക്കെ ഒരു ഡിസ്റ്റർബൻസ് ആവണ്ട എന്ന് കരുതിയിട്ട്. ഞാൻ ഉച്ചയ്ക്ക് ശേഷം ഇന്ന് കൂട് വിട്ട് അവർ പോയി. ഇവിടെ ചുറ്റുവട്ടത്ത് എവിടെയെങ്കിലും ഉണ്ടാവുമെന്ന് വിചാരിക്കുന്നു.